അപ്പോൾ ഈ ഹെലികോപ്റ്റർ നമ്മുടെ കോഴിക്കോട് മാങ്കാവ് ലുലുവിലാട്ടോ, ലുലുവിൻ്റെ പാർക്കിങ്ങിലാണ്. ലുലു മാളിൻ്റെ ഇനോഗ്രേഷന് വന്നാണ്. സെപ്റ്റംബർ 8 ഞായറാഴ്ചയായിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ കേട്ടോ. നമ്മുടെ റിബൺ കട്ട് ചെയ്ത് നമ്മുടെ കോഴിക്കോടിൻ്റെ മേയറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ആയി. മലബാറിലെ ഫസ്റ്റ് ലുലുമാളാണ് നമ്മുടെ കോഴിക്കോട് വന്നത് കേട്ടോ. എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. എന്തായാലും നിങ്ങളെപ്പോലുള്ള ആകാംക്ഷ എനിക്കും ഉണ്ട് എന്തൊക്കെ ഉള്ളതെന്ന്. എന്തായാലും ഈ ഇനോഗ്രേഷൻ ഫംഗ്ഷന് ഒരുപാട് പ്രമുഖർ അവിടെ എത്തിയിരുന്നു കേട്ടോ. രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ബിസിനസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ലുലു ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞത് ഈ ലുലുവിൻ്റെ വിജയത്തിനനുസരിച്ച് കോഴിക്കോട് ഇതിലും വലിയൊരു ലുലു മാൾ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 2 3 ഫ്ലോറാണ് ഉള്ളത്. അതിൽ താഴത്ത് ഗ്രൗണ്ടിൽ തന്നെ മെയിനായിട്ടാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഡീൽ ആൻഡ് ഡെസ്റ്റിനേഷൻ തന്നെ ഒരുപാട് ഓഫറുകൾ ഇപ്പം ഇനോഗ്രലായിട്ട് ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ തന്നെ ഓണം കൂടി വരികയാണ്. അപ്പോൾ ഡബിൾ ധമാക്ക ഓഫറുകളാണ് ഇവിടെ ഉണ്ടാവുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൂട്ടിൻ്റെ സെക്ഷനിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിരവധി ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഡേറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എത്ര തരം ഡേറ്റ്സ് ഉണ്ട് എന്നറിയാം. ഒരുപാട് വെറൈറ്റി ഡേറ്റ്സ്. ഇത് നമ്മളെ മലേഷ്യയിലുള്ള ദുരിയൻ ചക്ക ആ ഒരു സ്മെല്ലുള്ളതൊക്കെയാണത്. ഇപ്പോൾ വെജിറ്റേറിയനിലേക്ക് നോക്കുകയാണെങ്കിലും ഒരുപാട് തരം വെജിറ്റബിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പല തരത്തിലുള്ള ഒറ്റ സൈസിൽ തന്നെ അതിൽ തന്നെ പല തരത്തിലുള്ള വെജിറ്റബിളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വെജിറ്റബിളൊക്കെ വെച്ച റാക്ക് കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ഇഞ്ചി തന്നെ 2 3 4 തരം ഇഞ്ചികൾ കാണുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കൊക്കെ നോക്കുകയാണെങ്കിൽ പല കളേഴ്സിൽ. പിന്നെ വെജിറ്റബിളൊക്കെ കണ്ടില്ലേ, നമ്മൾ പൂക്കളട്ടച്ച മാതിരി ഓണത്തിൻ്റെ അതേ തീമിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഫിഷിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വെറൈറ്റി ഫിഷസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എടുത്തു വരേണ്ടത് സാൽമണാണ്. സാൽമണൊക്കെ അതാ നമുക്ക് കോഴിക്കോട് അങ്ങനെ കിട്ടാത്തൊരു മീനത്. കൊച്ചിയിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നമ്മളെ കോഴിക്കോട് ഹൈപ്പർ വേറെ ഓടി ഈ സാൽമൺ ഇല്ല. പിന്നെ ചിക്കനിലേക്ക് നോക്കുകയാണെങ്കിൽ അതാ കരിങ്കോയി ഉണ്ട്, അതുപോലെ ഡക്ക് ഉണ്ട്, അങ്ങനെയുള്ള ഒക്കെ. പിന്നെ ഈ ലാമ്പിൻ്റെ സെക്ഷൻ ഉണ്ട്, മീറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷനാക്കി ഇവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ വരുന്നവർക്ക് അങ്ങനെ സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഈസി ആയിട്ട് കഴിയും കേട്ടോ. അതുപോലെ ബില്ലടിക്കാനും ഈസി ആയിട്ട് പോയി കഴിയും. ഒരുപാട് 20+ കൗണ്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ബില്ലടിക്കാനൊക്കെ. പിന്നെ സെൽഫായിട്ട് ബില്ലടിക്കാനുള്ള കൗണ്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നതിന് മുന്നേ കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങനെയൊക്കെ. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ബേക്കറിയും അതുപോലെ ചാട്ട് ഐറ്റംസും നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്നാക്സ് ഉണ്ട്, അതുപോലെ പാസ്ട്രി ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഞാൻ ഫുഡൊക്കെ മെയിൻ കോണ്ടിനെൻ്റലും നമ്മുടെ അറബിക്കും ഇന്ത്യനും നമ്മുടെ നാടനും എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ ഈ പുറംനാടുകളിൽ നിന്നും വന്ന ഷെഫുകൾ തന്നെയാണ് നമുക്ക് ലുലുവിൽ നമുക്കറിയാലോ ഇൻ്റർനാഷണൽ ലെവലായതിനെ കൊണ്ട് ഷെഫുകളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള പുറം നാടുകളിൽ നിന്ന് വന്ന ഷെഫുകൾ തന്നെയാണ്. അവരൊക്കെ ഒന്ന് നമുക്ക് നോക്കിയൊക്കെ പരിചയപ്പെടാം. ഫുഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറിയനാണ് മെയിനായിട്ടുള്ള ഇവിടെ സ്വീറ്റ്സിനുള്ള, അതായത് കുനാഫ, അതുപോലെ നമുക്ക് വരുന്ന ബക്ലാവ, അതിനുള്ള ഐറ്റങ്ങളൊക്കെ സിറിയൻ ഫുഡ് സൈഡിലുള്ള സിറിയൻ ഷെഫ് മഹ്മൂദ് ഈജിപ്ത്. ഇത് ഈജിപ്തിൽ നിന്ന് വന്ന ഷെഫാട്ടോ. അപ്പം ഫ്രഞ്ചിൽ വരുന്ന ഏതാ നമുക്ക് ബ്രെഡുകൾ അല്ലേ. And the pastry also, Mr. Nofal, for the pastry, millefeuille. I'm from Morocco, yeah. I come for almost 16 hours. All the cakes, pastries, donuts, all the things here. ഞാൻ മലയാളിയാ. നമ്മൾ മലയാളി. അതെ. മലയാളി ആയിട്ടുള്ള എന്തൊക്കെ ഐറ്റം ഉണ്ട്? നമ്മള് സലാഡ്, ജ്യൂസ്, സാൻഡ്വിച്ചസ്, ബർഗർ, പിന്നെ പിസ്സ, എല്ലാം. അതെ അതെ. അപ്പം നമ്മളെ ഷെഫ് ഉണ്ട് ഇവിടെ, കോഴിക്കോടൻ ബീച്ച്. കോഴിക്കോടൻ ബീച്ച് ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ ലുലു ഫാഷൻ സ്റ്റോർ വരുന്നുണ്ട്. ലുലുവിൻ്റെ തന്നെയാണ്. ഒരുപാട് ഡ്രസ്സ് ഇവിടെ കാണാം നമുക്ക്. കുട്ടികളുടെതും വലിയവരുടെതും എല്ലാതും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ഒക്കെ ഉണ്ടിട്ട് എല്ലാവരുടെ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട്. ഒരു ലോകം തന്നെയാണ്. കുറേ ഓഫറുകളും ഒരുപാട് ഡ്രസ്സിന് ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പുകൾ വേറെയുണ്ട്. നമുക്ക് ജ്വല്ലറി ആണെങ്കിലും ഫാൻസി ആണെങ്കിലും അങ്ങനെ കുറേ ഐറ്റങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷർട്ടുകളുണ്ട്. അലൻസോളി കാണുന്നുണ്ട്, അതുപോലെ ലൂയിസ് ഫിലിപ്പ് കാണുന്നുണ്ട്, അപ്പുറമൊക്കെ പലതും കാണുന്നുണ്ട്. ഇത് പുറത്തുണ്ട് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഈ ബ്രാൻഡഡ് ഐറ്റമിൻ്റെ കട വേറെയും പുറത്തുണ്ട്. എന്തായാലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ലുലുവിൻ്റെ കണക്റ്റ് വരുന്നത്. ലുലു കണക്റ്റിൽ മെയിനായിട്ട് വരുന്ന ഡിജിറ്റൽ ഐറ്റംസാണ്. അതായത് അതിൻ്റെ ഒരു ലോകം തന്നെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സ്പീക്കറും ഫ്രിഡ്ജും ടിവിയും അങ്ങനെ ഇസ്തിരിപ്പെട്ടിയും എന്താ വേണ്ടിയത് എല്ലാ ഐറ്റവും സ്റ്റൗ.
ഫ്രിഡ്ജിൻ്റെ സെക്ഷൻ എന്താ, എ സിൻ്റെ സെക്ഷനാണ് ആ ഉള്ളിൽ കാണുന്നത്. എല്ലാ മെഷീനാണ്, കമ്പനികളെല്ലാം കമ്പനി വാഷിംഗ് മെഷീനും ഇവിടെ ഉണ്ട്. ഒക്കെ നോക്കണ്ട, ഒക്കെ ഉണ്ട് സെക്ഷനാട്ടോ. അതൊക്കെ മൊബൈൽ, ഐഫോണ്, ഗാലക്സി, സാംസങ്. ഇനിയിപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ പലതരം കടകളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ചിലതൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ തട്ടിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ ഫുഡ് കോർട്ടും അവിടെ നമുക്കൊരു ഇതുപോലെ ഫണ്ടൂറ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഫുഡ് കോർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 100-500 പേർക്കൊക്കെ ഇരിക്കാനുള്ള തരത്തിലുള്ള ടേബിളുകളൊക്കെ കാണുന്നു, കുറച്ചുണ്ട് കേട്ടോ, അത്യാവശ്യം ഏരിയയിലുണ്ട്. എന്നാലും ഫുഡ് കോർട്ട് നമ്മൾ മറ്റുള്ള മാളുകൾ കാണുന്ന അതേ തരത്തിലുള്ള ഷോപ്പുകൾ തന്നെ അതിൻ്റെ ചുറ്റോട് കേട്ടോ. എന്തായാലും ലുലു മാളിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കഴിയുന്നില്ല. ഇനിയും ഒരുപാട് വീഡിയോകൾ വരാണ്ട് ലുലു മാളിനെ പറ്റിയിട്ടുള്ള. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.